നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വിജയ് ചിത്രം ലിയോയിലെ ആക്രമണ രംഗങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ട മദ്രാസ് ഹൈക്കോടതി സംവിധായകൻ ലോകേഷ് കനകരാജിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിനിമയിൽ ആക്രമണ ലഹരി മരുന്ന് രംഗങ്ങൾ കുത്തിനിറച്ചത് വഴി സമൂഹത്തിന് തെറ്റായ മാതൃക നൽകുന്ന ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മധുരയിൽ നിന്നുമുള്ള രാജാമുരുകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത്തരമൊരു കേസ് കൊടുത്തത് പ്രശസ്തിക്ക് വേണ്ടിയാണെന്ന് ലോകേഷിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ കേസിൽ വാദം കേട്ട ജസ്റ്റിസ് കൃഷ്ണകുമാർ, ജസ്റ്റിസ് വിജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ലിയോയിൽ എത്ര ആക്രമണ രംഗങ്ങളുണ്ടെന്നും അവ ഏതൊക്കെ ഭാഗത്താണെന്നും വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ടു. ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കരുത് എന്ന ഹർജി പരിഗണിച്ചാണ് മദ്രാസ് ഹൈക്കോടതി ലോകേഷിനും സെൻസർ ബോർഡിനും നോട്ടീസ് അയച്ചിരിക്കുന്നത്. കലാപം, നിയമവിരുദ്ധ പ്രവർത്തനം, മയക്കുമരുന്ന് കച്ചവടം, തോക്കുകളുടെ ഉപയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ സഹായത്തോടെ ചെയ്യാമെന്ന സമൂഹ വിരുദ്ധ ആശയങ്ങൾ ലിയോവിലുണ്ടെന്നുള്ള ഹർജിക്കാരന്റെ പരാമർശത്തിലാണ് സെൻസർ ബോർഡിന് നേരെ കോടതി വിമർശനം ഉന്നയിച്ചത്. അക്രമത്തെ ലോകേഷ് കനകരാജ് തന്റെ സിനിമകളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഹർജിക്കാരന്റെ പരാതി. ലിയോയിൽ സ്ത്രീകളെ കൊല്ലുന്നതടക്കമുള്ള അക്രമകരമായ രംഗങ്ങൾ കാണിക്കുന്ന ലോകേഷ് കനകരാജിന് ക്രിമിനൽ മനസ്സാണ്. വിജയ് നായകനായ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന സിനിമ ടിവിയിൽ കാണിക്കുന്നത് വിലക്കണം. ലിയോ കണ്ട മാനസിക സമ്മർദ്ദമുണ്ടായെന്നും തനിക്ക് 1000 രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും ആണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടത്. ലോകേഷ് കനകരാജ് വിജയ് നായകനാക്കി സംവിധാനം ചെയ്ത ലിയോ അടുത്തിടെ വൻ ഹിറ്റായിരുന്നു. ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടാക്കിയത്. 148 കോടി ഓപ്പണിംഗ് ദിന കളക്ഷൻ നേടിയ ചിത്രം ആഗോളതലത്തിൽ 620 കോടി രൂപയിൽ അധികം നേടിയിരുന്നു. തൃഷ, സഞ്ജയ് ദത്ത്, അർജുൻ സർജ, ഗൗതം മേനോൻ, മിഷ്കിൻ, മാത്യു തോമസ്, മൻസൂർ അലിഖാൻ, പ്രിയ ആനന്ദ്, സാൻഡി, ജനനി, അഭിരാമി, വെങ്കടാചലം, ബാബു ആന്റണി എന്നിവരടങ്ങിയ ലിയോ വിജയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറുകയായിരുന്നു. രജനികാന്തിന്റെ ജയിലർ എന്ന സിനിമ അടക്കം കളക്ഷനിൽ ലിയോ മറികടന്നിരുന്നു. ലോകേഷ് കനകരാജ് അവതരിപ്പിക്കുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയോടെ ഫൈറ്റ് ക്ലബ് അടുത്തിടെ പ്രദർശനത്തിലെത്തിയിരുന്നു. ലോകേഷ് കനകരാജിന്റെ പേരിന്റെ പെരുമയുള്ള സിനിമ പ്രേക്ഷകരിൽ വൻ പ്രതീക്ഷകൾ നിറച്ചിരുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജ് നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നു എന്നതടങ്ങിയ വാർത്ത പ്രഖ്യാപിച്ചതും ഈയിടയ്ക്കായിരുന്നു. ജിസ്ക്വാഡ് എന്നാണ് പേരെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. സംവിധായകന്റെ ജിസ്ക്വാഡിന്റെ ആദ്യ ചിത്രമായി ഫൈറ്റ് ക്ലബ് പ്രഖ്യാപിക്കുകയുമായിരുന്നു. ചിത്രത്തിൽ മികച്ച സ്വീകാര്യതയും ലഭിച്ചു. ചിത്രത്തിലേതായി ഗോവിന്ദ് വസന്തയുടെ സംഗീത സംവിധാനത്തിൽ കപിൽ കപിലനും കീർത്തന വൈദ്യനാഥനും ചേർന്നുകൊണ്ട് കാർത്തിക് നേഥയുടെ വരികളിൽ ആലപിച്ച യാരും കാണാതെ എന്ന ഗാനം റിലീസിന് മുന്നേ ഹിറ്റായിരുന്നു. അങ്ങനെ കളക്ഷനിൽ വൻ ഹിറ്റായ ലിയോ സിനിമയ്ക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഹർജി എത്രത്തോളം സ്വീകാര്യമായിരിക്കും എന്ന് കണ്ടറിയാം.